നമസ്കാരം. മാഗ്നവിഷൻ ടി വിയുടെ ഓപ്പൺ ഹാർട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓപ്പൺ ഹാർട്ടിൽ നമ്മോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായ കൊച്ചിയുടെ മേയറായിട്ടിരുന്ന ശ്രീ ടോണി ചെമ്മണിയാണ്. സാർ നമസ്കാരം. ഓപ്പൺ ഹാർട്ട് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എല്ലാ എപ്പിസോഡും തുടങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, കുഴക്കുന്ന ചോദ്യങ്ങളില്ല. കുരുക്കുന്ന ചോദ്യങ്ങളില്ല, പക്ഷെ തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്കുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം അങ്ങ് ഇവിടെ കൊച്ചിയുടെ മേയറായിട്ട് ഇരുന്നയാളാണ്. കൊച്ചി ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ഒരു ബന്ധം ഈ സ്ഥലത്തോടുള്ള ഒരു വ്യക്തിയാണ്. കൊച്ചിയുടെ പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൊച്ചിയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സമയത്ത് കൊച്ചിയുടെ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം വീശുവാനായിട്ട് സാധിക്കുന്ന പല കാര്യങ്ങളും തുറന്നു പറയുവാനായിട്ട് സാധിക്കുന്ന ഒരാൾ കൂടിയാണ്. ഞാനൊരു ചോദ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഗതാഗതം. ഓർമ്മ വെച്ച നാൾ മുതൽ എന്നൊക്കെ എറണാകുളം കൊച്ചി ഭാഗത്തേക്ക് വരുന്നു, അപ്പോഴെല്ലാം ഈ ഒരു ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു സംഗതി ആണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുവാനായിട്ട് കൊച്ചിക്ക് സാധിക്കാതെ പോകുന്നത്? ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് പല അപ്രോച്ചാണ് വേണ്ടതായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ റോഡ് നെറ്റ്വർക്കുകൾ വിപുലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ രംഗത്ത് നമ്മൾ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് പിന്നോട്ടാണ്. ഇപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ, ഇതെല്ലാം സൗത്ത് ഇന്ത്യൻ സിറ്റീസാണ്. ഒരു 25 വർഷത്തിനിടയിൽ അവിടെയെല്ലാം സമഗ്രമായ മാറ്റം, തീർച്ചയായിട്ടും റോഡുകൾ, ROBകൾ, ഫ്ലൈ ഓവറുകളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടിൻ്റെ അപര്യാപ്തതയാണോ എന്തോ എന്നറിയില്ല, ആ രംഗത്ത് കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം റൂട്ടിൽ കുറയും പൊതുഗതാഗതം ശക്തിപ്പെട്ടാൽ. ആ നിലയിൽ കൊച്ചിയിൽ തുടക്കം കുറിച്ചൊരു ബൃഹത്തായ ഒരു MRTS എന്ന് പറയും, മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, MRTS. അത് റെയിൽവേ ഉണ്ട്, മെട്രോ റെയിലുണ്ട്, KSRTC ബസ്, ഒരു പൊതു ബോട്ട്, ഇപ്പോൾ മെട്രോ ബോട്ട്, അങ്ങനെ ആരംഭിച്ചതാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ നഗരത്തിൻ്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന ഒരു ആധുനിക MRTS ആയിട്ടാണ് കണ്ടത്. അതിലിപ്പോൾ 1 ലക്ഷം പ്രതിദിന യാത്രക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും റോഡ് ഗതാഗതത്തിൽ വാഹന സാന്ദ്രത കുറഞ്ഞിട്ടില്ല റൂട്ടിൽ. അത് എന്തുകൊണ്ടെന്നാൽ, ഒന്ന് നമ്മുടെ കൾച്ചറിൻ്റെ പ്രശ്നമാണ്. പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഒരു സാമ്പത്തികവും അതിനേക്കാൾ ഉപരി ജീവിക്കുന്ന ആളുകൾ. ഒരുപക്ഷെ നമ്മുടെ പൊതുഗതാഗതത്തിൻ്റെ ഒരു ഇമ്പ്രൂവ്ഡ് ക്വാളിറ്റി ഇല്ല എന്നതുകൊണ്ടാകാം ഇപ്പോൾ KSRTC ബസ്സിൽ എത്ര ധനികർ യാത്ര ചെയ്യും. ഇപ്പോൾ മെട്രോ ഒരു ക്വാളിറ്റി ഉള്ള ഒരു യാത്ര പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മറ്റ് പൊതുഗതാഗതങ്ങൾ അങ്ങനെയില്ല. മാത്രമല്ല, മെട്രോ റെയിൽ ചെന്ന് ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ അതേ ക്വാളിറ്റിയിലുള്ള ഒരു പൊതുഗതാഗത സംവിധാനം അവർക്ക് എവിടെ തുടർച്ച കിട്ടുന്നില്ല. ഓട്ടോറിക്ഷ പിന്നെ ആശ്രയിക്കേണ്ടത്. ഓട്ടോറിക്ഷ നമുക്കറിയാം ഒരു വലിയ ധനികരായിട്ടുള്ള ആളുകളത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഒരു ലാസ്റ്റ് മൈറ്റ് കണക്ടിവിറ്റിയും അതേ നിലവാരത്തിൽ വരാത്തതിൻ്റെ പ്രശ്നമുണ്ട്. മറ്റൊന്നുള്ളത് റോഡ് നെറ്റ്വർക്കിൻ്റെ അപര്യാപ്തതയുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കൊച്ചി നഗരത്തിൽ പരിമിതമായ റോഡുകൾ മാത്രമേ വികസിക്കപ്പെടുന്നു. നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടുകയോ പുതിയ റോഡ് വന്നത് വളരെ എണ്ണിപ്പറയാവുന്ന 1-2 ഉള്ളൂ. ROBകളും ഏതാനും ROBകൾ, റെയിൽവേ ഓവർബ്രിഡ്ജസ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് NH-66ൻ്റെ ഭാഗമായിട്ട് ഫ്ലൈ ഓവറുകളും മറ്റുമൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ പരിമിതി മറികടക്കുക എന്നുള്ളതാണ് കൊച്ചി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഈ പറയുന്ന ഗതാഗത രംഗത്ത് വരേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം വരേണ്ടതാണ്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഞാൻ ഭയപ്പെടുന്നത് ഭാവിയിൽ നമ്മുടെ നഗരത്തിൽ ചക്രസ്തംഭനം ഉണ്ടാകുന്ന, എന്ന് പറഞ്ഞാൽ റോഡ് വാഹനങ്ങൾ നീങ്ങാതെ നിശ്ചലമാകുന്ന ഒരവസ്ഥ. അതിന് ഞാൻ ചക്രസ്തംഭനം ഒന്ന് വിശേഷിപ്പിച്ച് അലങ്കാരികമായിട്ട് വിശേഷിപ്പിച്ചു. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാകാം ഉണ്ട്. അല്ല, ഇപ്പം തന്നെ അത് ഭാഗികമായിട്ടുണ്ടല്ലോ. ഭാഗികമായിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം പ്രധാനപ്പെട്ട സിഗ്നൽ പോയിന്റുകളിലെങ്കിലും ഏറെ നേരമുണ്ട്. അപ്പോൾ അതിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അതിന് എന്താ പരിഹാരം എന്ന് പറഞ്ഞാൽ, നമുക്ക് പഠന റിപ്പോർട്ടുകളുണ്ട്. ആ പഠന റിപ്പോർട്ടുകളിൽ കൃത്യമായി ഗതാഗത രംഗത്തെ വികസനത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുണ്ട്. ഒന്ന് CMP ഒന്നുണ്ട്, കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ,
CMP കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ. ആ പ്ലാനിൽ വളരെ കൃത്യമായി വരുന്ന 25 വർഷത്തേക്ക് കൊച്ചി നഗരത്തിൻ്റെ ഗതാഗത രംഗത്ത് വരുത്തേണ്ടതായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് സുവ്യക്തമായ പഠനമുണ്ട്. അത് KMRലാണ് ആ പഠനം നടത്തിയത്, ഏജൻസി വെച്ചു. പക്ഷേ ഈ ഒരു പഠനങ്ങളൊക്കെ നടക്കുമ്പോഴും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, പലപ്പോഴും നമ്മുടെ CMP പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ഒരു ഏജൻസി ചെയ്യുന്ന ഒരു പഠന റിപ്പോർട്ട് വരാൻ ഒന്ന് കാലതാമസം എടുക്കുന്നു, രണ്ട് ഇത് 25 വർഷത്തേക്കുള്ള പഠന റിപ്പോർട്ടാണ്. മിക്കപ്പോഴും ഈ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൂർത്തീകരിക്കുന്ന 25 വർഷം കഴിഞ്ഞിട്ടാവും. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് മാത്രമാണ് തോന്നിയിട്ടുണ്ടോന്നല്ല, അത് തന്നെയാണ് കാരണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റാത്തത്? എനിക്കൊന്ന് ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് അതിലോട്ട് കൂടുതൽ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോഴാണ് കൊച്ചി മെട്രോ കേന്ദ്രാനുമതി നേടിയത്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്, അതിൻ്റെ ഒരു പ്രധാന ഘട്ടം വരെ പൂർത്തിയാക്കാൻ സാധിച്ചത്. അത് ഗവൺമെൻറ് വലിയൊരു സാമ്പത്തികമായി കുറേ കൂടി ഫോക്കസ് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഏതാണ്ട് 1000 കോടിയിലധികം രൂപ കേരള ഗവൺമെൻറ്റിൻ്റെ വിഹിതം, സെൻട്രൽ അസിസ്റ്റൻസ് അത്ര, ബാക്കി വായ്പ വിദേശ ഏജൻസികളുടെ വായ്പയായിരുന്നു. അപ്പോൾ അത് ഒരു ബർഡനായിട്ട് വന്നതുകൊണ്ടാണോ കൊച്ചിയിലെ മറ്റ് അനുബന്ധ റോഡ് വികസനങ്ങളിൽ ഗവൺമെൻറ്റിന് പണം കണ്ടെത്താനാവാതെ പോയതെന്ന് ഞാൻ സംശയിക്കുകയാണ്. അത് ന്യായമാണ്, കാരണം കൊച്ചി മാത്രമല്ലല്ലോ, ഗവൺമെൻറ് മുമ്പിൽ മറ്റ് പട്ടണം കോഴിക്കോട്, ട്രിവാൻഡ്രം ഉണ്ട്, ചെറുപട്ടണങ്ങളുണ്ട് കേരളത്തിൻ്റെ. അപ്പോൾ ഒരു സിറ്റിയിലേക്ക് മാത്രം മുഴുവൻ ഫണ്ട് അനുവദിക്കുക എന്നതും ചിലപ്പോൾ ഒരുപക്ഷെ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം. ഏതായാലും ഞാൻ പറയാം, ഇതിന് ദീർഘകാല വായ്പകൾ കിട്ടും. ഇപ്പോൾ ജൈക്ക പോലത്തെ ഏജൻസികളുണ്ട്, ജപ്പാൻ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ജൈക്ക, AFD എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഏജൻസി ഉണ്ട്, KFW എന്ന് പറഞ്ഞ ജർമ്മൻ ഏജൻസി ഉണ്ട്. ഇവരെല്ലാം ഫണ്ടിങ്ങാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ പദ്ധതിക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള 2 ഏജൻസി, നേരത്തെ ഫ്രഞ്ച് ഏജൻസി AFDയും ജർമ്മൻ ഏജൻസി KFW, അവർ തന്നെയാണ് വാട്ടർ മെട്രോന് ഫണ്ട് ചെയ്തിട്ടുള്ളത്. അത് ചെറിയ തുകയല്ല, 1000, 2000, 3000 കോടി, എനിക്കൂടെ 7000 crore വരെ എനിക്കൂടെ കേരളത്തിലെ വികസന പദ്ധതികൾക്ക് ഇവരിൽ നിന്ന് ഗവൺമെൻറ് വായ്പ. അതിൽ 20 വർഷം 30 വർഷം ദൈർഘ്യമുള്ള ദീർഘകാല വായ്പയാണ്. അപ്പം അത്തരം ദീർഘകാല വായ്പകൾ എടുത്ത് ഈ പറയുന്ന CMPയിൽ ഈ മൊബിലിറ്റി പ്ലാനിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക. ഇപ്പോൾ തുടക്കം കുറിച്ചാൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ഇപ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. ഒരു റോഡ് വികസനം എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ അലൈൻമെൻറ്റിലൂടെ സ്ഥലം ഏറ്റെടുക്കണം. സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു 2 വർഷമെങ്കിലും ചുരുങ്ങിയത് ആവശ്യമായതാണ്. ആളുകളും വിവിധ പ്രക്രിയ, അതിനുശേഷം അതിൻ്റെ എക്സിക്യൂഷൻ, റോഡ് നിർമ്മാണം നടത്തുക. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 4 മുതൽ 5 വർഷം ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 വർഷം കൂടി കൊടുക്കുമെന്ന് വെച്ചോളൂ. അത് ഒരു യുദ്ധകാല ഡിസൈനത്തിൽ ചെയ്യാൻ അതിപ്പോഴും ആരംഭിക്കണം. ഇപ്പോഴും ആരംഭിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചക്രസ്തംഭനം എന്നുള്ള ഇതിലിട്ടത്. അപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഒരു ഫോക്കസിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് LDF UDF വ്യത്യാസം ഞാൻ പറയുന്നില്ല. കൊച്ചി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൻ്റെ 70% സംഭാവന ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. ആ ജില്ലയുടെ ലങ്സ് അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് കൊച്ചിയാണ്. യഥാർത്ഥത്തിൽ കൊച്ചിയുടെ വികസനം എന്ന് പറയുന്നത് ഈ നഗരത്തിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ ആകെ സാമ്പത്തിക വികസനം, അതിൻ്റെ വ്യാവസായിക വികസനം, ടൂറിസം വികസനം, പല ആസ്പെക്റ്റിലാണ് കൊച്ചിയുടെ വികസനം വരുന്നത്. അപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെയുള്ള ഗവൺമെൻറ് മുമ്പിലുള്ള ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ ഏജൻസികൾ നടത്തിയിട്ടുള്ള ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതിനെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ചെയ്യണം. എങ്ങനെ നമുക്ക് കൊച്ചി മെട്രോ ചെയ്യാൻ സാധിച്ചത്, എങ്ങനെ നമുക്ക് വാട്ടർ മെട്രോ ചെയ്യാൻ സാധിച്ചത്, ഇതെല്ലാം ബൃഹത്തായ പദ്ധതികളാണ്, വലിയ തുക ചിലവഴിക്കേണ്ടതായിട്ടുള്ളതാണ്. ഇനികൊണ്ട് വാട്ടർ മെട്രോ 800 കോടിയുടെ പ്രോജക്റ്റാണ്, അതെല്ലാം ചെയ്തു. പക്ഷേ വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉപകാരപ്പെടും റോഡുകൾ വീതി കൂട്ടിയാൽ. റോഡുകൾ വീതിച്ചാൽ ധാരാളം വാഹനങ്ങൾക്ക് സമാന്തരമായ ഒരു പാത തുറന്ന് കിട്ടുകയാണ്. അതുകൊണ്ട് കൊച്ചിയുടെ റോഡ് നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന് ഏറ്റവും അടിസ്ഥാനമായി. റോഡ് മാത്രമല്ല, അനുബന്ധമായ ഫ്ലൈ ഓവറുകളും ROBകളും ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം കൂടി കടന്നു വരണം. അങ്ങ് പറഞ്ഞ ഒരു ഉത്തരത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇപ്പോഴേ പറഞ്ഞിരുന്നു, ഇപ്പോഴും അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലയിൽ സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ ഒരു 2 വർഷം എടുക്കും, അത് കഴിഞ്ഞ് റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഒരു 3 വർഷം എടുക്കും എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു കിലോമീറ്റർ വഴി അവർ മണ്ണിട്ട് കിടക്കുന്നത് നികത്തി മെറ്റലിട്ട് ടാറിട്ട് സഞ്ചാരയോഗ്യമാക്കി മാറ്റാനായിട്ട് 1 അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ സാധിക്കുന്നു. കാരണം അത്രയും സാങ്കേതിക വിദ്യ ലോകത്ത് വികസിച്ചിട്ടും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തയ്യാറാകാത്തത്? എന്തിനാണ് ഈ 3 വർഷത്തേക്ക് ഈ സമയം നീട്ടിക്കളയുന്നത്? അതിൽ ഈ ലാൻഡ് അക്വിസിഷൻ്റെ ചില ആക്റ്റുകളുണ്ട്. ഇപ്പോൾ നമുക്കതിൽ ആദ്യം ഫോർവേഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട്,
6-1 നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള ചില നടപടികൾ. ലാൻഡ് അക്വിസേഷൻ ഞാൻ എഗ്രി ചെയ്യുന്നു. ഹിയറിംഗ് ഉണ്ട്, പബ്ലിക് ഹിയറിംഗ് ഉണ്ട്. പബ്ലിക് ഹിയറിംഗിന് ശേഷം പിന്നീട് ലാൻഡ് അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന സ്കെച്ച് അങ്ങനെ നടപടിക്രമങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ. പിന്നെ അവർക്ക് പണം കൊടുക്കണം. ഗവൺമെൻറ് ഒരുപക്ഷെ ഒരുമിച്ച് ഇത്രയും ബൃഹത്തായ തുക ഉണ്ടാവണമെന്നില്ല, അതൊക്കെ കൊണ്ടുവരില്ല. റോഡ് ഫോർമേഷൻ ഒരുപക്ഷെ ലാൻഡ് അക്വിസിഷൻ കിട്ടിയാൽ 3 വർഷം വേണ്ട, ഞാൻ അതും കൂടി തിരുത്താൻ വേണമെങ്കിൽ. ഒരിക്കൽ ലാൻഡ് പൊസഷനിലേക്ക് വന്നാൽ ഫണ്ടും കയ്യിലുണ്ടെങ്കിൽ ടെൻഡർ നടപടിയെല്ലാം ഈ ലാൻഡ് അക്വിസിഷനൊപ്പം തന്നെ റോഡ് ഫോർമേഷൻ ആവശ്യമായ ടെൻഡർ നടപടി ആരംഭിക്കണം. റോഡ് കൺസ്ട്രക്ഷൻ്റെ ആവശ്യമായ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ അതിന് ടെൻഡർ നടപടികൾ നടത്തി കരാറിനെ കണ്ടെത്തി കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കിയാൽ നടക്കാം. പിന്നെ ലാൻഡ് ഒരു പുതിയ സ്ഥലത്ത് കൂടി റോഡ് പണിയുമ്പോൾ അതിൻ്റെ സിങ്കേജ് ഉണ്ടാവും, പുതിയ ഭൂമി കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യണം, റോഡ് ഡിസൈൻ ചെയ്യണം. അതിനൊരു ഫൗണ്ടേഷൻ, സാധാരണ ഒരു കെട്ടിട പണിയുടെ പോലെ തന്നെ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ പ്രതലം ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 6 മാസമാണ്. ഇത് സിങ്കേജ് പീരീഡ്, അല്ലെങ്കിൽ ഇരുന്ന് പോകും. ഇപ്പോൾ ഇവിടെ എറണാകുളത്തൊരു റോഡാണ് കണ്ടെയ്നർ റോഡ്, കളമശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നതിന് കണ്ടെയ്നർ. ആ കണ്ടെയ്നർ റോഡ് സിങ്കേജ് ആയിട്ട് അതെന്തുകൊണ്ടെന്നുള്ള ഡ്യൂറേഷൻ പൂർത്തിയാക്കാതെ തന്നെ അതിൻ്റെ മേലെ ടാറിങ് നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിന് ചില സമയം എങ്കിൽ പോലും ഒരു ബൃഹത്തായ ഒരു പദ്ധതി 1 വർഷമെങ്കിലും ചുറ്റും ചുരുങ്ങിയ വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ അല്ല നമ്മുടെ കേരളത്തിൽ 600 കിലോമീറ്റർ നീളത്തിലുള്ള NH-60 കാസർഗോഡ് ട്രിവാൻഡ്രം ഇപ്പോൾ എത്ര നാളായി നടക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി സ്ഥലം ഏറ്റെടുത്ത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യം, സാമൂഹിക സാഹചര്യം കൂടി ഉണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം അങ്ങ് പറഞ്ഞ് 2 മണിക്കൂർന്നത് ആ പ്രദേശത്ത് അതിൻ്റെ ഭൂമിയുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. എങ്കിൽ പോലും ഒരു യുദ്ധാടിസ്ഥാനത്തിൽ ചെയ്താൽ 3 to 4 വേണ്ടി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. നടപടിക്രമങ്ങളും നമ്മുടെ നാട്ടിൽ അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വന്നേക്കാം. ആ പ്രക്ഷോഭങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയമെടുത്തേക്കാം. ഇപ്പോൾ ഇവിടെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ കേരളത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായതാണ്. ഭൂമിക്കടിയിലൂടെ പോണ എന്താ ബോംബാണെന്നാണ് അന്ന് പ്രക്ഷോഭം നടത്തിയവർ പറഞ്ഞത്. ഗ്യാസ് ലൈൻ വലിയ പ്രക്ഷോഭം കേരളം കണ്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു എന്താ അത് അല്ല, പണ്ട് നമ്മുടെ ഹൈവേ വരുന്ന സമയത്തും പറഞ്ഞിരുന്നത് കേരളത്തിൽ 2 മുട്ടിമുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ അപ്രോച്ചിൻ്റെ പ്രശ്നം കൂടിയാണ് പബ്ലിക്കിൻ്റെ. വിദേശ ആവശ്യത്തിനൊരു ബോധവൽക്കരണം ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ബോധവൽക്കരണം കൊടുക്കുമ്പോഴേ നമ്മളൊരു എന്ത് സമരത്തിലൂടെ നേടിയ അങ്ങനെ ഒരു വൈബ്രൻ്റായ ജനതയാണ് കേരളമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലും നമുക്ക് ഒരു പ്രക്ഷോഭം വേണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള രീതിയിൽ കരയുന്ന കുഞ്ഞ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, നേടിയെടുക്കണം. പക്ഷെ വരുന്നൊരു പദ്ധതി രാഷ്ട്രീയ മുടക്കാൻ ഞാൻ പറയില്ല, ആശങ്കകളായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം. എത്രയോ പദ്ധതികൾ കേരളത്തിൽ ഇതുപോലെ എതിർപ്പുകൾ മൂലം നടപ്പിലാകാതെ. താങ്കൾ മേയറായിരുന്നപ്പോൾ ഒരു സ്വപ്നം എന്ന രീതിയിൽ കൊണ്ടുവരാനിരുന്ന ഒരു നല്ലൊരു പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ടത് എന്തിനായിരുന്നു? ഞാൻ മേയറായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടായത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഞാൻ 2010 മേയറാവുന്നത്. 2010 മേയറാകുമ്പോൾ കൊച്ചി കോർപ്പറേഷന് ബ്രഹ്മപുരം എന്ന് പറഞ്ഞ മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട്. നഗരത്തിന് പുറത്താണ്, 30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ എനിക്ക് മുമ്പുള്ള കൗൺസിലിൽ അവിടെ ഒരു വിൻഡ്രോ കമ്പോസ്റ്റിംഗ് പ്ലാൻ, വിൻഡ്രോ കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള വളമാക്കുന്ന മാലിന്യം വളമാക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ആ പ്ലാന്റ് തകർന്നുപോയി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അപാകത മൂലം. ഏതാണ്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു അവിടെ മാലിന്യം കൊണ്ടുവന്ന് ശേഖരിക്കാനുള്ള ഷെഡിന് തന്നെ. 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് അത്ര വിസ്തൃതമായതായിരുന്നു. ആ ഷെഡ് നേരെ അതിൻ്റെ ഫ്ലോറ് നെടുകെ പിളർന്നു പോയി തൂണുകളിൽ. അങ്ങനെയുള്ളൊരു സംവിധാനമായിരുന്നു. അപ്പോൾ അത് ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഈ പ്ലാന്റ് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ആധുനിക പ്ലാന്റ് കൊച്ചിക്ക് ഉണ്ടാകണം. പരിമിതമായ അതിൻ്റെ ഇത് വെച്ചാൽ ഞാൻ മാലിന്യം നിർമ്മാർജ്ജനം നടന്നു പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ആധുനിക പ്ലാന്റ്. കേരളത്തിൽ ഇതുവരെ വേസ്റ്റ് എനർജി പ്ലാന്റ് ഇല്ല. അപ്പോൾ ഇനി വരേണ്ടത് മോഡേൺ ആയിരിക്കണം. വിൻഡ്രോ കമ്പോസ്റ്റിങ്ങിന് സമയമെടുക്കും, വളമാക്കാൻ 15ഉം 20ഉം ദിവസമൊക്കെ എടുക്കും. മഴയുള്ള നാടാണ് നമ്മുടേത്. മഴ സമയത്തൊക്കെ അതിന് സമയദൈർഘ്യം എടുക്കും പ്രോസസ്സിന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോർപ്പറേഷൻ ആ പദ്ധതിയുമായി പോകുമ്പോൾ കൗൺസിലിൽ ഇതെല്ലാം അംഗീകരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ കൗൺസിലിൽ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുക. ഗവൺമെൻറ് കൊച്ചി കോർപ്പറേഷന് വേണ്ടി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർബന്ധിച്ച് അത് ഗവൺമെൻറ്റിന് പറ്റും, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ പറ്റും. കാരണം ഞങ്ങളുടെ മദർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അപ്പം അന്ന്
അതിൻ്റെ സെക്രട്ടറി LSTD സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്, എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹം ജില്ലാ കളക്ടർ എന്ന നിലയിലൂടെ മികവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു വിശ്വാസ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൗൺസിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ വിൽ ഡു ഇറ്റ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൗൺസിൽ റെസൊല്യൂഷൻ പാസ്സാക്കി. സ്ഥലം ബ്രഹ്മപുരം ആധുനിക പ്ലാന്റ്, വേസ്റ്റ് എനർജി പ്ലാന്റ്. ഏതാണ്ട് 2 വർഷം പിടിച്ചു. ആദ്യത്തെ ഒരെണ്ണം വന്നപ്പോൾ ബിഡേഴ്സ് കോടതിയിൽ പോയി ആ ടെൻഡർ ക്യാൻസൽ ചെയ്ത്. പിന്നീട് രണ്ടാമതാണ് ബിഡ് വിളിച്ചത്. വന്ന് ഒരു UK മലയാളികളായിട്ടുള്ള 2 ചെറുപ്പക്കാരുടെ ഒരു സ്ഥാപനത്തിന് ബിഡ് കിട്ടി. അവരോട് എഗ്രിമെൻ്റ് വെച്ചു. പക്ഷേ ആ സ്ഥാപനത്തെ രാഷ്ട്രീയമായി എതിർത്ത് ആ പദ്ധതി ഇല്ലാതാക്കിയെന്നതാണ്. ആരായിരുന്നത്? അത് നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി വരുമ്പോൾ ഇപ്പോൾ മേയറായിരിക്കുന്ന ശ്രീ M അനിൽകുമാർ ഉൾപ്പെടെയുള്ള അന്നത്തെ കൗൺസിൽ അംഗങ്ങളാണ് അതിനെ വിവാദമാക്കിയത്. ഇത് ചില ബിനാമി ഏർപ്പാടുകളാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല. വിവാദമാക്കാൻ അഴിമതി ആരോപണം ഉന്നയിക്കുക, പുകമറ സൃഷ്ടിക്കുക. ആ നിലയിൽ അത് യഥാർത്ഥത്തിൽ 2016 ഫെബ്രുവരി മാസം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഇപ്പം അങ്ങനെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ടും താങ്കളൊരു പേര് എടുത്ത് പറഞ്ഞതുകൊണ്ടും ചോദിക്കുകയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം പൊതുവായിട്ട് ടെൻഡർ വിളിച്ച് കൗൺസിൽ അംഗീകരിച്ച് വന്ന ഒരു സംഗതിയാണ്. ഗവൺമെൻറ് നേരിട്ട് നടത്തിയ നടപടിയാണ്. ഓക്കെ, ടെൻഡർ നടപടി. അപ്പോൾ ആ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്ന ടെൻഡറിനകത്ത് ബിനാമികളാണെന്ന് എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക? അത് പബ്ലിക്കായിട്ട് എടുത്തിരിക്കുന്ന, ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മെറിറ്റൊന്നും നോക്കൂലല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ പദ്ധതിയുടെ മൊത്തം പ്രോജക്റ്റ് കോസ്റ്റ് 7,000. അഴിമതി ആരോപണം 6,000 കോടിയുടെ അഴിമതി. ആ നാടാണിത്. 7,000 കോടിയുടെ പദ്ധതിക്ക് 6,000 കോടി അഴിമതി പറഞ്ഞ നാടാണിത്. സ്മാർട്ട് സിറ്റി പദ്ധതി കാക്കനാട് കൊണ്ടുവന്നു, ദുബായ് ടീകോം. എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പുറകിൽ അതിൻ്റെ മെറിറ്റൊന്നും നോക്കുക, ആരോപണം ഉന്നയിക്കുക. ബിനാമി എന്ന് പറഞ്ഞൊരു പവർ സൃഷ്ടിക്കുക, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നവരെ പിന്നോട്ടടിപ്പിക്കുക, അതിൽ പിന്മാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഏറ്റെടുത്ത ആ ഒരു ടെൻഡർ നടക്കാതെ പോയതിനിടയിൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായി. ആ ഏജൻസിയുമായിട്ട് ഗവൺമെൻറ് എഗ്രിമെൻറ്റ് വെച്ചത്, കോർപ്പറേഷൻ സെക്രട്ടറി അന്നത്തെ LSTD സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് എഗ്രിമെൻറ്റ് വെച്ച ഡേറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നത് 2016 ഫെബ്രുവരി മാസമാണ്. എഗ്രിമെൻറ്റ് വെച്ച് പിന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ്. അപ്പോഴും ജൂൺ മാസത്തിൽ, ഫെബ്രുവരി കഴിഞ്ഞ് 3 മാസം കേരളത്തിൽ ഇലക്ഷൻ വന്നപ്പോൾ UDF ഗവൺമെൻറ് മാറി ഇവിടെ LDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അന്ന് കൗൺസിലിൽ ഉള്ള പ്രതിപക്ഷം എന്ന് വെച്ചാൽ അവർ ഗവൺമെൻറ് പരാതി കൊടുത്തു. ഇതൊരു ഫേക്ക് ഇതാണ്, ഇത് ബിനാമി, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. 2 വർഷമാണ് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പഠിക്കാൻ. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവിനെ CM ഏൽപ്പിച്ചു. 2 വർഷം കഴിഞ്ഞിട്ട് ശാസ്ത്ര ഉപദേഷ്ടാവ് മിസ്റ്റർ ദത്തൻ മുഖ്യമന്ത്രിക്ക് വിദഗ്ധ ഉപദേശം കൊടുക്കുകയാണ്. ടെൻഡർ പ്രൊസീജിയർ ട്രാൻസ്പെറൻ്റാണ്. ഈ വേസ്റ്റ് എനർജി എന്ന ഇത് വയബിളാണ്. അപ്പോൾ അത് നോൺ വയബിൾ പ്രോജക്റ്റ് എന്നും കൂടി ആരോപണമുണ്ട്. വേസ്റ്റ് എനർജി അപ്രായോഗികമാണെന്ന്. അപ്പോൾ അതെല്ലാമല്ല, പോസിറ്റീവായിട്ട് റിപ്പോർട്ട് കൊടുത്ത് 2017 അവസാന മാസം ഞാൻ ഓർക്കുന്നില്ല, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എറണാകുളത്ത് ടൗൺ ഹാളിൽ വന്ന് ഈ വേസ്റ്റ് എനർജി പ്ലാന്റിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പക്ഷേ പിന്നീട് പല അനുമതികളും കിട്ടാൻ അവർക്ക് തടസ്സങ്ങളുണ്ടായി. 2 വർഷം അവർ കയറി ഇറങ്ങി. ഒന്ന് വെറ്റ്ലാൻഡ് മാറ്റി ഭൂമി തരം മാറ്റുന്ന പ്രോസസ്സ്, പൊല്യൂഷൻ കൺട്രോൾ, 22 അനുമതികളും കൂടി അനുബന്ധം വേണം ഈ നിർമ്മാണമായി മുന്നോട്ട് പോകണം. അവർ വലഞ്ഞ് ആ 2 ചെറുപ്പക്കാർ മടുത്ത് ആ പരിപാടി പിന്മാറിപ്പോയി. അപ്പോൾ കേരളം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് എന്ന് നമ്മുടെ വ്യവസായ മന്ത്രി കൊട്ടിയാഘോഷിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം 2 മലയാളികളായ ചെറുപ്പക്കാർക്ക് ഉണ്ടായി. അവരുടെ സംരംഭത്തിന് വന്ന് ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പ്രതികൂലമായ അപ്രോച്ച്, നെഗറ്റീവ് അപ്രോച്ച് കണ്ടവർ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു പോയി. ഇന്നും കൊച്ചിയിൽ ഒരു ആധുനിക പ്ലാന്റ് ഇപ്പോൾ വരാൻ പോകുന്നതാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ എങ്ങനെ വന്നു? 2023 മാർച്ച് 2-ാം തീയതി കൊച്ചി ബ്രഹ്മപുരത്ത് വലിയൊരു തീപിടുത്തമുണ്ടായി. 11 ദിവസമാണ് ഈ നഗരത്തിൽ നിന്ന് കത്തിയത്. 11 ദിവസം. അന്ന് ഒത്തിരി വായുമലിനീകരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ വിഷവാതകം അതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ടായിരുന്നു. ആ ഇൻഡെക്സിലായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കൊച്ചിയായിരുന്നു 11 ദിവസം. BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ബ്രഹ്മപുരം ഫയർ വാർത്തയായി. ലോകത്തിന് മുമ്പിൽ നാം തലവനിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ആ ഇടയ്ക്ക് കേട്ട ഒരു കാര്യമാണ്, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. അത് കേട്ടതാണ്, ഈ ബ്രഹ്മപുരം പ്ലാന്റ് ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ഏൽപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന മനഃപൂർവ്വം തീ കൊളുത്തിയതാണ്. കാരണം ആ മാലിന്യം അവിടെ നിന്ന് മാറ്റണം, ടെൻഡർ വെച്ച്
അല്ലെങ്കിൽ അത് മീൻസ് റീജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ടൈം പീരീഡ് കഴിയുന്നതിന് മുമ്പ് അത് വേറെ നിർവാഹമില്ലാഞ്ഞിട്ട് തീ കത്തിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, ആരോപണം ഉന്നയിച്ച ആൾ ഞാൻ തന്നെയാണ്. ആരോപണം ഉന്നയിച്ച ആൾ ഞാൻ തന്നെയാണ്. ആ ആരോപണം യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മപുരത്ത് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സാധിക്കാതെ അടിഞ്ഞുകൂടിയിരുന്നു. അത് എൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, അതിന് മുമ്പ്. ഈ പ്ലാന്റ് വരാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ് കേട്ടോ. 2016 പ്ലാന്റ് വന്നിരുന്നെങ്കിൽ ആ വേസ്റ്റ് എനർജി പ്ലാന്റാണ് ഈ അജൈവ മാലിന്യങ്ങൾ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാം ഈ വേസ്റ്റ് എനർജി പ്ലാന്റിൽ, ഫർണസിറ്റിടത്ത്. അതുകൊണ്ട് അജൈവ മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മണ്ണിൽ അലിഞ്ഞു ചേരാത്ത മാലിന്യം, അതാണ് അജൈവ മാലിന്യങ്ങൾ. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് സംസ്കരിക്കാൻ അന്ന് എനിക്ക് ശേഷമുള്ള കൗൺസിൽ മേയറായിരുന്നു സൗമിനി ജെയിൻ എന്ന ലേഡി. അവരുടെ കാലത്ത് 16 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്തു. അന്നും പ്രതിപക്ഷം അനാവശ്യമായ ആരോപണം ഉന്നയിച്ച് അവരെ ഭയപ്പെടുത്തി, ശ്രീ എന്ന നിലയിൽ അവരെ ഭയപ്പെടുത്തി. കൗൺസിൽ ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു കോയമ്പത്തൂർ ഏജൻസിയായിരുന്നു, അവർ പിന്മാറിപ്പോയി. ഇതിങ്ങനെ ഓരോ ദിവസവും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു ഏജൻസീനെ പ്ലാസ്റ്റിക് കൊണ്ട് നീക്കം ചെയ്യാൻ ഏൽപ്പിച്ചെങ്കിലും അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 കൊച്ചി കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ശ്രീ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൗൺസിൽ വന്നത്. ആ 16 കോടിക്ക് ടെൻഡർ ചെയ്ത പദ്ധതിക്ക് 55 അതേ അത്രയും തന്നെ, അല്ലെങ്കിൽ ശകലം ഒരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടാകും ക്വാണ്ടിറ്റി. 55 കോടി രൂപയ്ക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ മകളുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക്, ഒരു സോണ്ട ഇൻഫ്രാടെക് എന്നൊരു കമ്പനിക്ക് അത് ആ മാലിന്യം സംസ്കരിക്കാൻ കൊടുക്കുകയാണ്. 9 മാസമാണ് കോൺട്രാക്റ്റ്. 9 മാസം കോൺട്രാക്റ്റായിട്ടും 25% പോലും തീർന്നിട്ടില്ല. ഈ തുക ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിരുന്നു? അതെ, അനുവദിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് കാശ് കിട്ടി? അല്ല, അനുവദിച്ചു കൊടുത്തില്ല. ആ 55 കോടിയുടെ ടെൻഡർ അംഗീകരിച്ചു. അതിൻ്റെ 11 കോടി രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടി. അപ്പോൾ ഇത് വർക്ക് നടക്കാതെ വന്നപ്പോൾ ഞാനൊരു പത്രസമ്മേളനം കൊച്ചിയിൽ നടത്തി. ഞാൻ പറഞ്ഞത് വർക്ക് നടക്കുന്നില്ല, ആ പ്രോസസ്സ്, അതിന് ബയോമൈനിങ് എന്നാണ് പ്രോസസ്സ്, അത് നടക്കുന്നില്ല. ഇത് അപ്പോൾ 6 കോടി രൂപയുടെ ഒരു പേയ്മെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പത്രസമ്മേളനം നടത്തിയത്. ഇതിൽ അഴിമതിയുണ്ട്. ഞാൻ വിജിലൻസ് കോടതിയിൽ പോകുന്ന ഞാൻ ആ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഞാൻ മാർച്ച് 2023 ഫെബ്രുവരി മാസമാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനം ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ തീപിടിക്കുകയാണ്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഒരേ സമയം 4 ഇടത്ത് നിന്ന് തീയ. ഒരു സ്വാഭാവിക തീപിടുത്തമാണെങ്കിൽ ഒരിടത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ 6 കോടി രൂപയ്ക്ക് 6 കോടിയല്ല, പ്ലസ് 11 കോടി രൂപ അവർക്ക് കിട്ടി. പക്ഷേ 6 കോടി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ആരോപണം. ഈ ഇത് കത്തിച്ചതിന് ശേഷമാണ് ബാക്കി ആണ് കത്തിച്ച് ബ്രഹ്മപുരത്തെ കത്ത് കൊടുത്തുണ്ടായതിനു ശേഷമാണ് 6 കോടി രൂപ കൊടുത്തു. ഒന്ന് ആലോചിക്കുക. അതിനു മുമ്പ് 5 കോടിയോളം കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 4 തീപ്പെട്ടിക്കുള്ളിക്കാണ് ഈ 11 കോടി രൂപ കൊടുത്തിരിക്കുന്നത് എന്നാണ്. ഞാൻ കോടതികളിലുള്ള എൻ്റെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. കത്ത് കൊടുത്തും കഴിഞ്ഞതിന് ശേഷം അവർക്ക് പാർട്ട് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് കോടതി ഇടപെട്ടതിന് ശേഷം. എന്താ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഒരു അട്ടിമറിയാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അന്ന് നാട്ടുകാർ കണ്ടു, ഒരേ സമയം പല ഭാഗത്തുനിന്ന് തീപിടുത്തം. ഞാൻ സംശയിക്കുന്നത്, ഞാൻ വിജിലൻസ് കോടതിയിൽ പോയാൽ വിജിലൻസ് അന്വേഷണം വന്നാൽ, ഇവരുടെ വർക്കിനെ സംബന്ധിച്ച് അന്വേഷണം വന്നാൽ, അവിടെ ഒന്നും നടന്നിട്ടില്ല. ടൈം പീരീഡിൽ 9 months ആണ് കോൺട്രാക്ട് പീരീഡ്, അത് കഴിഞ്ഞു, ഒന്നും നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരുടെ വർക്ക് റദ്ദ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പിന്നെ എത്ര പെർസെൻറ്റേജ് നടത്തിയെന്ന് തെളിവില്ലല്ലോ. അല്ല, മാത്രമല്ല 2 കാര്യമുണ്ട്. ഇത് ഈ മാലിന്യം നിർമ്മാർജ്ജനം അവിടുന്ന് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ കോടതി ഇടപെട്ട് നടത്താൻ പറഞ്ഞാൽ പോലും മാലിന്യം ഇല്ലല്ലോ, കത്തിപ്പോയി. ഞാൻ പറഞ്ഞത് അതിനേക്കാളുപരി തെളിവില്ലാതായിപ്പോയി. എത്ര പെർസെൻറ്റേജ് ചെയ്തെന്ന് ചെയ്യേണ്ട ആ ക്വാണ്ടിറ്റി, ഒരു മാലിന്യ മലയാണ്, അതാണ് അവിടെ കത്തിപ്പോയത്. അതുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഇപ്പം ഞങ്ങൾ ന്യായമായൊരു സംശയമായിരുന്നു, അല്ല കേവലം ഒരു ആരോപണമായിരുന്നില്ല. അപ്പോൾ ഒരേ സമയത്തും പടർന്നു നാട്ടുകാർ ഒന്ന് മൊഴി കൊടുത്ത്, അതാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും നടന്നിട്ടില്ലേ? പിന്നീട് ഫർദറായിട്ട് ഒന്നും നടന്നിട്ടില്ല. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതാണ്. ഹൈക്കോടതി അന്ന് ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, ഇതെന്ത് കരാറാണ് എന്ന് ചോദിച്ചു. ഒരുപാട് പരാമർശങ്ങൾ അന്ന് കോടതി നടത്തി. ഇവിടെ ജനങ്ങൾ ജീവിക്കണ്ടേ, കോടതിയുടെ കമൻസാണിത്. അങ്ങനെ എല്ലാം രൂക്ഷമായ കമൻസ് ഉണ്ടായ ഒരു കേസിൽ ഇപ്പോൾ ഒന്നുമില്ല. കേസ് നടക്കണ്ട, പക്ഷേ ഒരാൾ പോലും എന്താ പറയുക നിയമത്തിന് മുമ്പിൽ വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? പലപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിസ്റ്റത്തിനോട് തന്നെ നമുക്ക് ചിലപ്പോൾ അവിശ്വാസം തോന്നും. ഈ സിസ്റ്റം ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എങ്കിൽ പോലും ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിനുശേഷം പല വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിനെല്ലാം വിജയം കണ്ടോ എന്ന് ചോദിച്ചാൽ വിജയം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഒരു മനസാക്ഷിയോടുള്ള നമ്മുടെ ഒരു എപ്പോഴുള്ളൊരു ചോദ്യം ഉണ്ടാവും,
മുന്നിൽ കാണുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതാണ് അത് ആ ചോദ്യം ഉയർന്നു വരുന്നത്. ഞാനതുകൊണ്ട് പിന്നീട് കണ്ണായ ഭൂമികൾ, പുഴപ്പുറമ്പോക്കുകൾ എല്ലാം ഈ പൊളിറ്റിക്കലായിട്ട് ഇവരെല്ലാം അത് വശപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് നേടിയോ എന്നുള്ളതല്ല, ലക്ഷ്യം കണ്ടോ എന്നുള്ളതല്ല, നമ്മളെ മാർഗത്തിലൂടെ സഞ്ചരിച്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ പെടുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അനീതി എന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രതികരിക്കുക എന്നതാണ് ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ട കടമയെന്ന എൻ്റെ വിശ്വാസം. ഞാനതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. ലക്ഷ്യം കാണുക എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും, വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം സത്യമായിരിക്കും എന്ന് ആളുകൾ തെളിയിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആളുടെ പൊതുബോധം ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നി. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് പിന്നോട്ട് പോയി, ആ ടെൻഡർ റദ്ദ് ചെയ്തു. പിന്നീട് അതേ കമ്പനിക്ക് തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ കുമിഞ്ഞുകൂടിക്കിടന്ന വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനായിരുന്നു. അതേ കമ്പനിക്ക് തന്നെ, ഈ പറഞ്ഞ സോണ്ട എന്ന് പറഞ്ഞ കമ്പനിക്ക് അവിടെ വേസ്റ്റ് എനർജി പ്ലാന്റും ഗവൺമെൻറ് കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് ടെർമിനേറ്റ് ചെയ്തിട്ട് ഈ കമ്പനിക്ക് തന്നെ കൊടുത്തു. അതിൽ നിന്ന് ഗവൺമെൻറ് മുന്നോട്ട് പോയി. പിന്നീട് ഹൈക്കോടതിയുടെ മുമ്പിൽ BPCL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമുണ്ട്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. അവരൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു. ആ പ്രപ്പോസൽ കംപ്രസ്ഡ് ബയോഗ്യാസ് ഉണ്ടാക്കാമെന്നുള്ളതാണ് വേസ്റ്റിൽ നിന്ന്, ഈ ജൈവമാലിന്യത്തിൽ നിന്ന്. കോടതിയുടെ മുമ്പാകെയാണ് അത് പറഞ്ഞത്. കോടതിയുടെ മേൽനോട്ടത്തിൽ അമിക്കസ് ക്യൂറി രൂപീകരിച്ചു. ഇപ്പോൾ CBG പ്ലാൻ, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാൻ, അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ട്രയൽ റൺ ആരംഭിച്ച്. അപ്പോൾ ഒരു വലിയ വിപത്ത് വേണ്ടി വന്നു. ആ വിപത്ത് ഉണ്ടായപ്പോൾ കോടതി ഇടപെടേണ്ടി വന്നു കേരളത്തിൽ ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിൽ എത്രയോ നേരത്തെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഒരു ആധുനിക പ്ലാന്റ് വരേണ്ടതാണ്. കേരളത്തിൽ പൊതുവിൽ കാണുന്ന ഒന്ന്, ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബ്രഹ്മപുരം ആ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് കോടതിയാണ്. കോടതിയുടെ ഇടപെടലാണ്. ആ കത്ത് തീപിടുത്തമാണ്. ആ തീപിടുത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ മറ്റേ സോണ്ട എന്ന് പറഞ്ഞ കമ്പനിയുടെ വേസ്റ്റ് എനർജി പ്ലാന്റ് വരുമായിരുന്നു, അതിനുള്ള കളം ഒരുങ്ങിയിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഒരു ടണ്ണിന് 3500 രൂപ കോർപ്പറേഷൻ അവർക്ക് കൊടുക്കണം, വേസ്റ്റ് എത്തിച്ചു കൊടുക്കണം. 3500 രൂപ ടിപ്പിംഗ് ഫീസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. 300 ടണ്ണാണ് ഒരു പ്രതിദിനം കൊച്ചി കോർപ്പറേഷൻ്റെ വേസ്റ്റ്. ഞാൻ നോക്കി 10 ലക്ഷം രൂപ, 300 ടണ്ണിന് 3500 വെച്ച് നോക്കി 10 ലക്ഷം പ്രതിദിനം. ഒരു മാസം 3 കോടി, ഒരു വർഷം ഏതാണ്ട് 36 കോടി രൂപ കൊച്ചി കോർപ്പറേഷന് ബാധ്യത വരും. അങ്ങനെ 25 വർഷത്തേക്കാണ്. 27 വർഷമാണ്. അതിൽ 2 വർഷം പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കാലാവധിയാണ്. 25 വർഷം ഓപ്പറേഷൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കോടി ഞാൻ കൂട്ടിയപ്പോൾ 3000 കോടി രൂപ ഈ കമ്പനിക്ക് കൊടുക്കേണ്ട. അതിൽ ചിലവുണ്ടാവും, പക്ഷേ ഭീമമായ ലാഭമുണ്ട് അതിൽ. അങ്ങനെയുള്ള ഒരു വലിയ കൊള്ള നടക്കുന്ന സന്ദർഭത്തിൽ എനിക്കുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ് സംഭവിച്ചതെന്നറിയില്ല, ഏത് ഈ കളവ് നടക്കാതിരിക്കാൻ. അതുകൊണ്ട് എന്താ ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ CBG പ്ലാൻ 1 രൂപ കൊച്ചി കോർപ്പറേഷൻ കൊടുക്കണ്ട. മറ്റേ ടണ്ണിന് 3500 കൊടുക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ CBG പ്ലാന്റിലേക്ക് കോർപ്പറേഷൻ്റെ ചുമതല അഷ്യൂർഡായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അത് 200 ടൺ പെർ ഡേ കൊടുക്കണമെന്നുള്ളത്. അത് പ്ലാന്റിൽ എത്തിച്ചു കൊടുക്കുക. BPCL പൂർണ്ണമായി സൗജന്യമായിട്ട് അത് സംസ്കരിക്കും. പ്രോഡക്റ്റ് അവരെടുക്കും. ഇത് കംപ്രസ്ഡ് ബയോഗ്യാസ് അവർ BPCL എടുക്കും. പക്ഷേ പ്രോസസ്സിങ് ചാർജില്ല. അല്ല, അത് ചെയ്തിട്ടുള്ള അവർ തന്നെ. കോർപ്പറേഷൻ ഒരു ബാധ്യതയാകില്ല. പ്ലാന്റ് നിർമ്മിച്ചതും പൂർണ്ണമായും BPCL ചെലവിൽ. അതിൻ്റെ പ്രോഡക്റ്റ് അവരെടുക്കും. പക്ഷേ കോർപ്പറേഷൻ യാതൊരു സാമ്പത്തിക ബാധ്യതയില്ല. വേസ്റ്റ് എത്തിക്കുക മാത്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വലിയ മാറ്റമാണ് അന്നത്തെ ആ സംഭവത്തിലൂടെ ഉണ്ടായത്. അപ്പോൾ ഈ കൊച്ചിയിലെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമായിട്ട് ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടോ? അത് വീടുകളിൽ നിന്നുള്ള ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നത്? വീടുകളിൽ നിന്നുള്ള കളക്ഷൻ നടക്കുന്നുണ്ട്. വീടുകളിൽ നിന്ന് വേസ്റ്റ് പിക്കേഴ്സുണ്ട്. അവർ വീടുകളിൽ വന്ന് ജൈവ മാലിന്യം സെപ്പറേറ്റ് ചെയ്തു. ഈ ബ്രഹ്മപുരം കത്ത് കൊടുത്ത് എന്നതിന് ശേഷം കോടതി ഇടപെട്ടൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അവരെല്ലാം ഇടപെടലിന് ശേഷം സോഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ വേസ്റ്റ് പ്രോസസ്സിങ് നടക്കാനായിട്ട് ഇപ്പോഴും ശാസ്ത്രീയമായ ഒരു പ്ലാന്റ് വന്നിട്ടില്ല. ഈ CBG പ്ലാന്റ് വന്നാൽ ഒരു പരിധിവരെ ആകും. പക്ഷേ അതുകൊണ്ട് മാത്രമാവില്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മപുരം ഒരു 100-110 ഏക്കറുള്ള സ്ഥലമാണ്. ബ്രഹ്മപുരത്ത് കൊച്ചി കോർപ്പറേഷന് മാത്രമല്ല അനുബന്ധ ലോക്കൽ ബോഡികളുടെ എല്ലാം മാലിന്യം ശേഖരിക്കാൻ ഉതകുന്ന അതേ കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റും കൂടി ആവശ്യമായി. കാരണം 110 ഏക്കറുണ്ട്. ഇപ്പോൾ 10 ഏക്കറിലാണ് ഇത് വരുന്നത്. ഒരു 10 ഏക്കർ കൂടി ഇപ്പുറത്തുണ്ടെങ്കിൽ ഒരു 600 ടൺ മാലിന്യം ശേഖരിക്കാൻ സാധിക്കും എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണമായി. സാധാരണ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് ഒരു 5 വർഷം UDF ഭരിക്കുക, 5 വർഷം LDF ഭരിക്കുക, അങ്ങനെ വന്നിരുന്നതിന് ആദ്യമായിട്ടാണ് ഒരു മാറ്റം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അത് UDFനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്.
അതൊരു സത്യമാണ്. അതെ. എന്തുകൊണ്ടാണ് UDF അങ്ങനെ ഒരു പരാജയം ഏറ്റുപോകാനായിട്ട് ഇടയായത്? കാരണം വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ലായിരുന്നു ഈ 5 വർഷത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് UDF അങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 2021 അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾസ് പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ നിയന്ത്രണങ്ങൾ പോലും മാറിയ ഒരു സാഹചര്യം ആയിരുന്നില്ല. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു 2021 ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ മത്സരിച്ചു, ജയിക്കാൻ സാധിച്ചില്ല. അന്ന് ഞാൻ മാസ്ക് വെച്ച പ്രചരണം നടത്തി. മീൻസ് അതുപോലെ കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുന്ന സന്ദർഭമായിരുന്നു. ആ അസംബ്ലി ഇലക്ഷന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും, അന്ന് ലോക്ക്ഡൗൺ നടന്നപ്പോൾ ആളുകൾക്കൊന്നും 50-55 ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത സമയമായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും TV യിൽ വന്ന് അദ്ദേഹത്തിൻ്റെ PR വർക്ക് നടത്തുന്നു. പിന്നീട് അവർ ഒരു കിറ്റ് വിതരണം നടത്തുന്നു. അവരൊരു പ്ലീസിങ് അപ്രോച്ച് എടുത്തു. അതിനെ അവർ ആ ഒരു PR അപ്രോച്ചൊക്കെ എല്ലാ രാജ്യത്തും എല്ലാ ഭരണാധികാരികളും ചെയ്യേണ്ട ഒരു സംഗതി ചെയ്തതാണല്ലോ ആ സമയത്തല്ലേ? അല്ല, അങ്ങനെ ഒരു PR അപ്രോച്ച് എല്ലാ രാജ്യങ്ങളും എടുത്തു. ഇപ്പോൾ ഇന്ത്യയിലെ മറ്റൊരു നഗരം, ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടന്നു. ബീഹാർ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ നോക്ക്, അതൊരു വാസ്തവത്തിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് അപ്പുറത്ത് 1,40,00,000 സ്ത്രീകൾക്കാണ് 10,000 രൂപ വെച്ച് ഇലക്ഷൻ്റെ തലേ ദിവസം വരെ വന്ന് വീഴുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജനം ഇതെല്ലാം മറന്നു പോകുന്നത് ഇലക്ഷൻ്റെ സമയത്ത് വരുമ്പോഴേക്കും? എന്തോരം കാര്യങ്ങളാണ്. ഇപ്പോൾ ശരിക്കും ഞാൻ പലപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടും ഈ ആളുകൾ അത് ഇലക്ഷൻ്റെ സമയമാകുമ്പോഴേക്കും മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് എതിർ കക്ഷികൾക്ക് ഫലവത്തായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, അവർ ഓർമ്മിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്? അല്ലേ, നമുക്ക് അറിയാലോ, ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ കുറച്ച് നാളത്തേക്ക് അത് ഉണ്ടാവും, പിന്നീട് കാലം അത് മറക്കും. പ്രിയപ്പെട്ടൊരു കുടുംബാംഗം നമ്മുടെ മരണപ്പെടുമ്പോൾ ഏതാനും വർഷങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ റീകവർ ചെയ്ത് അപ്പോഴത്തെ പ്രസൻറ്റ് നമ്മുടെ ലൈഫിൻ്റെ സാഹചര്യം അതിലോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പോഴുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇന്നലകൾ എന്താണെന്നത് ഉണ്ടാവുമെങ്കിൽ പോലും. അതാണ് ഞാൻ പറഞ്ഞത്, കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. അത് ഈ പറയുന്ന, ഞാനത് ആളുകളെ മോശപ്പെടുത്തി പറയണമല്ല, പക്ഷേ അതൊരു ഫാക്ടറായി പല സാമൂഹിക നിരീക്ഷകന്മാരും പറയുന്നുണ്ട്. ഈ കിറ്റ് കൊടുക്കുക, അപ്പോൾ ആളുകൾ നോക്കിയപ്പോൾ ഒരു കരുതൽ ഉണ്ടായി എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിലൊരു വോട്ട് നേടുന്ന ഒരു അപ്രോച്ച് മാത്രമായിരുന്നത് മനസ്സിലാക്കാൻ കാരണം, കോവിഡ് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വന്ന് 2ാം പിണറായി ഗവൺമെൻറ് വന്ന് പിന്നീട് കിറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചു. ആ ഓണമാസം കൊടുത്തില്ല, ഗവൺമെൻറ് പറഞ്ഞ് പണമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ 2ാമത്തെ ഓണം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇലക്ഷനെങ്കിൽ അവർ 2 വർഷം തുടർച്ചയായിട്ട് കൊടുക്കുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് വെച്ചുകൊണ്ട് തന്നെ പിന്നീട് കോവിഡിനെ പോലെ ഒരു മഹാമാരി, ഒരു ദുരന്തം നാട് കണ്ട് അതിലൂടെ അത് കഴിഞ്ഞിട്ടില്ല ആ പ്രോസസ്സ്. അതിനിടയിൽ ഒരു ഭരണമാറ്റം വേണമെന്ന് ആളുകൾ ചൂസ് ചെയ്തപ്പോഴേ ചിലപ്പോൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ഒരു ഭരണ സംവിധാനം തുടരട്ടെ എന്ന്. കാരണം ഒരു ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഒരു പക്ഷേ അഭികാമ്യമല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ എനിക്കറിയില്ല. എനിക്ക് UDF തന്നെ പലപ്പോഴും കാണാം ഒത്തിരി കക്ഷി രാഷ്ട്രീയം UDF തന്നെ ഉണ്ട്. അത് ഇലക്ഷനെയൊക്കെ ബാധിക്കുന്നു. സാധാരണ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്, അവരുടെ തമ്മിത്തല്ല് കൊണ്ടാണ് പലപ്പോഴും ജയിക്കാനായിട്ട് പോകാൻ സാധിക്കാതെ വരുന്നതെന്ന് പറഞ്ഞ് ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നത്? അല്ല, അതിൽ മിതത്വം പാലിക്കേണ്ടവർ മിതത്വം പാലിക്കണം. വിഷയങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ പരസ്യമായി പറയണം, ഏതെല്ലാം കാര്യങ്ങൾ രഹസ്യമായി ചെയ്യണം എന്നത് അതാത് ആളുകളുടെ ഒരു വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. എല്ലാ പാർട്ടികളിലും കേരളത്തിലെ എല്ലാ പാർട്ടികളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരു സംശയവും വേണ്ട. BJP-യിലുണ്ട്, CPM-ലുണ്ട്, കോൺഗ്രസ്സിലില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് ഏത് പരിധിവരെ കൊണ്ടുവരാം എന്നത് ഓരോരുത്തർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് വരുമ്പോഴാണ് ആളുകൾക്കൊരു മതിപ്പില്ലായ്മ വരുന്നത്. അതുകൊണ്ട് അത്തരം നേതാക്കന്മാർ ആരായാലും, ഏത് പാർട്ടിയിലായാലും ഏത് മുന്നണിയിലായാലും അവർ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു വിവേകവും പക്വതയുണ്ട്, ഒരു മിതത്വമുണ്ട്. അത് പാലിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. തനിക്ക് പിന്നെ പ്രളയം എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അധികാരത്തിൽ ആയിരുന്ന വർഷങ്ങളോളം MLA-മാരോ MP-മാരോ അല്ലെങ്കിൽ മേയർമാരോ കൗൺസിലേഴ്സോ ഒക്കെ ആയിട്ടിരുന്ന ആളുകളെ വിട്ടുകൊടുക്കാതെ അങ്ങനെ ഞാൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ശരിയാകില്ല
ഇനി പുതിയ വരുന്ന ആളുകൾക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല എന്നൊരു ചിന്തയോടുകൂടി കടിച്ചു തൂങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എനിക്കറിയാം ഒത്തിരി യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ. ഇന്നെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ MLA-മാരായിട്ടുള്ളതിരിക്കുന്ന കോൺഗ്രസ്സിലാണ്. എന്നിരുന്നാലും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പം ആരോ എവിടെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ കടൽക്കിഴവന്മാരായിട്ടുള്ള ആളുകൾ ഒത്തിരി ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു പ്രസ്ഥാനം ആണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതിൽ പുതിയ ആളുകൾക്കൊക്കെ അവസരം വേണം, ശരിയാണ്. പക്ഷെ ഇതെല്ലാം ആത്യന്തികമായിട്ട് പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കണമെന്നതാണ്. ഇപ്പോൾ ഒരാൾ എത്ര നാൾ രാഷ്ട്രീയത്തിലുണ്ടായാലും അല്ലെങ്കിൽ എത്ര നാൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചാലും അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വീകാര്യത ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ പബ്ലിക്കിൻ്റെ സ്വീകാര്യതയിൽ കടിച്ചു നോക്കി കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ 50 വർഷം MLA ആയെങ്കിൽ പോലും ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആളുകളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു, സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദൻ അദ്ദേഹം 2016 മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ഒരു വൃദ്ധനാണ്. പക്ഷെ അദ്ദേഹം എന്നൊരു ട്രെൻഡായിരുന്നു 2016. ഞാൻ പറഞ്ഞാൽ രണ്ടുപേരെ പറയണം, അപ്പോൾ ഞാൻ വൺ സൈഡായിട്ട് പറയില്ല. അദ്ദേഹം അന്ന് 2016 ഒരു VS ട്രെൻഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അതൊരു പക്ഷേ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അന്ന് നടന്നത്. അപ്പോൾ പ്രായമല്ലല്ലോ അപ്പോൾ പ്രശ്നം. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിജയിച്ചു. അനുഭവ സമ്പത്തിനെ കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഞാൻ തന്നെ നിന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അല്ല, അങ്ങനെയല്ല. അതിലോട്ട് വരും, ഞാൻ അതിലോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ ജനങ്ങൾക്ക് സ്വീകാര്യനാണോ അല്ലെങ്കിൽ ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നുണ്ടോ, അത് ആണ് മാനദണ്ഡമാക്കേണ്ടത്. ഒരു ഹോട്ട് പ്രോഡക്റ്റാണോ, ഓക്കെ. അതല്ല, ആ തണുത്ത് പോയെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കി മാറണം. ആളുകൾക്ക് പോലും മടുത്ത് ആളുകൾക്ക് പോലും നിരാകരിക്കാൻ നിൽക്കുന്ന തരത്തിലേക്ക് ഒരാളും മാറാതെ നല്ല സമയത്ത് തന്നെ പാർട്ടി നിർത്തി പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർട്ടി പറയുകയാണ് താങ്കളൊന്ന് മാറണം, വേറൊരാൾക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ മാറുകയാണെങ്കിൽ എൻ്റെ ആളുകളെ കൂട്ടി ഞാൻ പുതിയ പാർട്ടിയിലേക്ക് പോകും. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവർ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് ഒരു സ്നേഹമില്ലാതെ നിൽക്കുന്ന സ്വന്തം കാര്യം നോക്കുന്ന ആളുകളായിട്ടുള്ള ആളുകളും ഇതിനകത്ത് വരാം. അങ്ങനെയുള്ള ആളുകളെ പാർട്ടി ചേർത്ത് പിടിക്കണോ അതോ അവരെ പറഞ്ഞു വിടണോ? അല്ല, അങ്ങനെ പാർട്ടി ദുർബലമാകുമ്പോഴാണല്ലോ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. പാർട്ടി ശക്തമാണെങ്കിൽ ഇങ്ങനെയൊന്നും ബാർഗൻ ചെയ്യാൻ അവർക്കൊന്നും. ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ പാർട്ടി ഏത് പാർട്ടികളായാലും, പ്രത്യേകിച്ച് കോൺഗ്രസ് ആയാലും, പാർട്ടി സംഘടനാപരമായി ശക്തിപ്പെടുക എന്നതും ലീഡർഷിപ്പിന് കരുത്തുണ്ടായാൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ നല്ല കരുത്തുള്ള ഒരു ലീഡർഷിപ്പ് ഒരു പാർട്ടിക്കുണ്ടെങ്കിൽ ആ കരുത്തിന് സ്വീകാര്യതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ദീർഘകാലമുണ്ട്, അയാൾ കടിച്ചു പോവുകയാണ്, അയാളെ മാറ്റി പുതിയ ആളെ വെക്കുമ്പോൾ അയാൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയാലും അതിനെ അതിജീവിക്കാൻ ഉള്ള കരുത്ത് ആ പാർട്ടിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പിനുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചിലവർ എന്നെ മാറ്റിയാൽ ഞാനും എൻ്റെ ആളുകളും വിട്ടുപോകുന്നവർ പറയുമ്പോൾ ഞാൻ വിട്ടുപോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും എന്ന് അദ്ദേഹം കരുതുന്നതുകൊണ്ടാണ്. ആ പ്രസ്ഥാനത്തിന് ഒരു ക്ഷതമുണ്ടാവും എന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ട്. നേരെ മറിച്ച് ഞാൻ പോയാലും പ്രസ്ഥാനം കരുത്താണെന്ന് അയാൾക്ക് ധാരണയുടെ അത് ചെയ്യില്ല. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? പ്രസ്ഥാനം, പാർട്ടി ശക്തമായിരിക്കണം, അതിൻ്റെ ലീഡർഷിപ്പിന് കരുത്തുണ്ടാവണം, അവർക്കും നല്ലൊരു കമാൻഡ് കേരളത്തിലെ ജനങ്ങൾക്ക് മേലുണ്ടെങ്കിൽ ഇത്തരം ആളുകളെല്ലാം വരുതിയിലാക്കാൻ പറ്റുമെന്ന്. എപ്പോഴാണ് സെൻട്രൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ പാർട്ടി ലീഡർഷിപ്പിൽ ഒരു ക്ഷീണം ഉണ്ടാകുന്നത്, അപ്പോഴും ഇത്തരം ആളുകൾ തലപൊക്കുന്നത്. അതല്ലെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചോദ്യത്തിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട്. തീർച്ചയായിട്ടും. മറ്റൊന്ന് പൊതുവായിട്ടുള്ളൊരു ചോദ്യം ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കലാലയ രാഷ്ട്രീയം പൂർണ്ണമായും കേരളത്തിൽ നിന്ന് ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല നേതാക്കന്മാരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ കലാലയ രാഷ്ട്രീയം സഹായിച്ചിരുന്നു ഒരു കാലത്ത്. ഒത്തിരി നമ്മുടെ ഇന്ന് ഉള്ള താങ്കളടക്കമുള്ള ആളുകൾ കലാലയത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്. ഭാവിയിൽ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരുവാൻ നല്ല കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് വരേണ്ട ആളുകൾ ആരും ഇപ്പോൾ ഇല്ല. ആ ഒരു തലമുറയിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രത്തോട് അനുഭാവമുള്ള സ്വന്തം കാര്യം നോക്കി ജോലി ചെയ്തൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് കൂടുതലും കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക അതിനെക്കുറിച്ച് തോന്നുന്നുണ്ടോ? അല്ല, ഈ ആളുകളുടെ കുട്ടികൾ പുതിയ ജനറേഷൻ്റെ ഒരു ലൈഫിനെ കുറിച്ചുള്ള അപ്രോച്ചിൽ വലിയ മാറ്റം വന്നു. ഇപ്പോൾ ഒരു 40 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പുള്ള ക്യാമ്പസുകളല്ല അന്നത്തെ ഒരു കൺസെപ്റ്റുമല്ല ആളുകൾക്ക്. സോഷ്യൽ മീഡിയ ഒരു ജാലകം തുറന്നിട്ടേക്കാണ് കുട്ടികളുടെ മുമ്പിൽ, പുതിയ ജനറേഷൻ മുമ്പിൽ. ആ സോഷ്യൽ മീഡിയയിൽ വിവിധ പ്ലാറ്റ്ഫോമുകൾ, ഇൻസ്റ്റ ആയാലും മറ്റ് വാട്സപ്പ്,
അവരൊരു ലോകം കാണുകയാണ്. ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ കാണുകയാണ്. അപ്പോൾ അവരും അത്തരം ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ വെമ്പുകയാണ്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മാറി. അവിടെ അവർക്ക് പൊളിറ്റിക്സ് ഒരു പ്രയോറിറ്റി അല്ല. അവർക്ക് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യമുള്ള പട്ടണങ്ങൾ കാണുന്നു, അവിടെയുള്ള ജീവിത രീതികൾ കാണുന്നു, ഇവിടെ നിന്ന് പോയ കുട്ടികളുടെ റീൽസ് കാണുന്നു. അപ്പോൾ അവരിലേക്ക് ഒരു ഷിഫ്റ്റ് വരികയാണ്. അവർ ആ നിലയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ബോധം കുട്ടികളിൽ കുറഞ്ഞു വരുന്നു. അവർക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഏത് വിനോദം, വിജ്ഞാനം, അത്തരം കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു തലമുറയാണ് വരുന്നത്. പിന്നെ രാഷ്ട്രീയം നല്ല പാഠങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ ആദ്യവും. ഏത് പൊതുരംഗത്തു നിന്ന് വരുന്ന പല സ്റ്റോറീസും ക്യാമ്പസുകൾ അടിപിടി, ഭരണത്തിൽ അഴിമതി, ഇതെല്ലാം അവർ വായിക്കുകയല്ലേ. അപ്പോൾ ഒരു മടുപ്പ്. ഞാനവരെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരാത്തതിനെ ഞാൻ പുതുതലമുറയെ കുറ്റപ്പെടുത്തില്ല. എന്ത് നല്ല മാതൃകയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ കൊടുക്കാൻ പലപ്പോഴും സാധിക്കുന്നത്. ഈ പറഞ്ഞ ആരോപണം, ഉൾപാർട്ടിയിലെ തർക്കം, ഇത് മടുപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിൻ്റെ അകത്ത് മുഴുവൻ സമയം ഇരിക്കുന്ന ഞാനുൾപ്പെടെയുള്ളവർ പലപ്പോഴും മടുക്കരുതിൽ ഇങ്ങനെ നിൽക്കണോ വേണ്ടതെന്ന്. പിന്നെ പുതിയ തലമുറയുടെ കാര്യവും. അപ്പോൾ അത് രാഷ്ട്രീയം കുറേയും കൂടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടതായിട്ടാണ്. അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാൻ മാത്രമല്ല, ഈ സിസ്റ്റത്തിലേക്ക് വോട്ട് ചെയ്യാൻ പിന്നെ വോട്ടർമാർ പോലും ഒരു പക്ഷേ പോളിംഗ് ബൂത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്ഥലത്ത് വരും. അതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് പബ്ലിക് തന്നെയാണ്. നല്ലവരെ പ്രൊമോട്ട് ചെയ്യുകയും അല്ലാത്തവരെ പണിഷ് ചെയ്യുകയും ചെയ്യുന്നൊരു പവർ അവർക്കുണ്ടല്ലോ, ആ വോട്ടിംഗ് എന്നുള്ള പവർ. അത് വെച്ച് പബ്ലിക് തന്നെ അത് പ്യൂരിഫൈ ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ശൈലി മാറ്റേണ്ടതായിട്ടുണ്ട്. പുതുതായിട്ട് കടന്നു വരാൻ ഒരു താല്പര്യം പുതുതലമുറക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവണം. പിന്നെ പുതുതലമുറയും കുറേയും കൂടി ഇപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്, വിവിധങ്ങളായ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇത് വലിയ വാസ്റ്റാണ്. അതുമാത്രം വേറെ ഉണ്ടല്ലോ പുതിയ ഒരു 70കളിൽ അങ്ങനെയായിരുന്നു. 70കളിൽ ആളുകൾ എഞ്ചിനീയർ. അല്ല മാത്രമല്ല രാഷ്ട്രീയ ഒരു ആവേശമായി നിൽക്കുകയാണ്. അതാണ് ജീവിതം എന്ന് കരുതുന്നവർ. ഈ പുതിയ അതല്ല, അതിനപ്പുറത്ത് അവർ സ്വപ്നങ്ങൾ കാണുകയാണ്. അപ്പോൾ ആ അപ്രോച്ചിൻ്റെ മാറ്റമുണ്ട്. ഞാൻ പുതിയ തലമുറ രാഷ്ട്രീയത്തോട് കാണിക്കുന്ന വിരക്തിയിൽ അത്ഭുതപ്പെടാനില്ല. എങ്കിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യം ഒരു പൊളിറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആണല്ലോ എന്നല്ല ഇൻഡെക്സ് പറയുന്നത്. പൊളിറ്റിക്കലി, അതായത് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് കൺട്രി എന്നാണ് പറയുന്നത് ഇപ്പോൾ. അതെ, കാരണം BJP അധികാരത്തിൽ വന്നപ്പോൾ ഓട്ടോക്രാറ്റിക് ആയെന്നാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സ്വീഡനിൽ നിന്നുള്ള ഇൻഡെക്സ് പറയുന്ന അനുസരിച്ച് ഇന്ത്യ ഒരു ഡെമോക്രസി അല്ല, എലക്റ്റഡ് ഓട്ടോക്രസി എന്നാണ്. ശരി. അതിപ്പോൾ ആ രൂപത്തിലേക്ക് മാറുകയാണ് അല്ലേ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴും നമ്മുടേത് രാജഭരണമല്ല, ഇപ്പോഴും ഫലത്തിലായിരിക്കാം. പക്ഷേ എന്നാലും കൺസെപ്റ്റ് വൈസ് ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജനകീയ ഭരണകൂടം എന്നതാണ്. അപ്പോൾ അതിൽ പബ്ലിക്ക് അതിൽ എപ്പോഴും അതിൽ പാർട്ടായിരിക്കണം, അതിൻ്റെ അവർ പങ്കാളിത്തം ഉണ്ടാവണം. പബ്ലിക് അകന്നു പോകുന്നൊരു സ്ഥിതി വന്നാൽ മറ്റു ഫോഴ്സുകൾ, കമ്മ്യൂണൽ ഫോഴ്സുകൾ, മറ്റു ഈ പറയുന്ന ഒരു ഏകാധിപത്യ രാഷ്ട്രീയം കൾച്ചറെല്ലാം കടന്നു വരും. അതുകൊണ്ട് പബ്ലിക് എപ്പോഴും ഇതിൽ ഇൻവോൾവായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് പുതിയ തലമുറ ഉൾപ്പെടെ ഇൻവോൾവ് ആയിരിക്കണം. അതിൽ പ്രവർത്തിക്കണോ വേണ്ടേ എന്നുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവരെപ്പോഴും ഇൻവോൾവ് ആവുന്ന പറയുമ്പോൾ പ്രവർത്തിക്കാൻ വരുന്നതല്ല, ദേ ഷുഡ് വാച്ച്. കുറഞ്ഞ പക്ഷേ വോട്ട് ചെയ്ത് അവരത് ശ്രദ്ധിക്കുകയെങ്കിലും വേണം. പക്ഷേ ഇപ്പോൾ ചില കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾ ഒരു 20 വയസ്സുകാരനോട് കേരളത്തിന് ഇന്ന വകുപ്പിൻ്റെ മന്ത്രി ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അവർ പറയുമായിരിക്കും, അറിയണമെന്നില്ല. അവരതിനെപ്പറ്റി ബോധർ ചെയ്യുന്നത് അവർ സ്പോർട്സിൻ്റെ പേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേജുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില്ല, അവർ ദേ ആർ നോട്ട് ബോധേഡ്, അവർക്ക് അറിയില്ല. അങ്ങനെ അകന്നു പോരുന്നത് ഞാൻ പറഞ്ഞത്. അവർ അവെയർ ആയിരിക്കണം, പൊളിറ്റിക്കൽ നോളജ് വേണം, പൊളിറ്റിക്കൽ അവയർനെസ് വേണം, ഡേ ടു ഡേ കാര്യങ്ങളെക്കുറിച്ച് അറിയണം, അതിലവർക്കൊരു അഭിപ്രായം ഉണ്ടാകണം. അങ്ങനെ അഭിപ്രായം ഇല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് അല്ല, അതിനെങ്കിലും ഭീകരമായൊരു അവസ്ഥയിലേക്ക് ഈ രാജ്യം കടന്നു പോകും. കൊച്ചി സുരക്ഷിതമാണോ? കൊച്ചി സുരക്ഷിതമാണെങ്കിൽ ചലഞ്ചസും ഉണ്ട്. ചലഞ്ചസ് ഇപ്പോൾ കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വ്യാപനമാണ്. അത് നമ്മളൊന്നും കാണുന്നതിനപ്പുറത്തേക്ക്. ഇൻഫാക്റ്റ് എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. കാരണം ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊച്ചിയിലേക്ക് ഇങ്ങോട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളടക്കം ഉള്ള ആളുകൾ രാത്രി 3:30, രാത്രിയല്ല പുലർച്ചെ 3:30 ഹോട്ടലുകൾ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന തട്ടുകടകൾ പോലെയുള്ള ഹോട്ടലുകൾ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുക, കൂട്ടം കൂടി നിന്ന്
അവർ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സാഹചര്യം കൊച്ചിയിൽ പലയിടത്തും ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പലപ്പോഴും കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിലും കണ്ടില്ലെങ്കിലും ഇപ്പോഴത് കൂടുതലായിട്ട് കാണുന്നു. കാരണം പുലർച്ചെ 4-3 മണിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-3:30 ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാഴ്ചയല്ല. ഈ പറയുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ട്. അതിന് 2 ആസ്പെക്റ്റിലെടുക്കാം. പുലർച്ചെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല നമുക്ക് പറയാൻ പാടില്ല, അല്ല നിയമമല്ല, പറയാനും പാടില്ല, അത് അവർക്ക് പോകാം. പക്ഷെ അത് ശരിയായ നിലയിലാണ് കാര്യങ്ങൾ പോകുക. അപ്പോൾ ശരി എന്താണെന്നുള്ള പിന്നെ അടുത്ത ചോദ്യം. ഇപ്പോൾ പുതിയ തലമുറ വലിക്കുന്നത് ശരിയാണോ ഇല്ലയോ? പക്ഷെ അതുകൊണ്ട് ശരി എന്താ, പക്ഷേ കേരളം കണ്ടിട്ടില്ലാത്ത പലതുമാണ് കാണുന്നത്. ഇത് ഇപ്പോൾ പല സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഇപ്പോൾ ലോകത്തിൽ മുഴുവൻ വലിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടികൾ സിഗരറ്റ് വലി തുടങ്ങിയിരിക്കുകയാണ്, ഇവിടെ ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് പഠനം, തൊഴിൽ, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 50,000-ലധികം കുട്ടികളെങ്കിലും മലയാളി കുട്ടികൾ മറ്റ് ജില്ലകളിൽ നിന്ന് മലയാളികൾ മറ്റ് അന്യ സംസ്ഥാനമല്ലേ നമ്മൾ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്ന് ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ട്. ഞാൻ 50,000 തെറ്റായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടാകാം. പണ്ട് ലേഡീസ് ഹോസ്റ്റലിലും അല്ലെങ്കിൽ മെൻസ് ഹോസ്റ്റലിലുമാണ് സിംഗിളായിട്ടുള്ള ആളുകൾ ഈ നഗരത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഹോസ്റ്റലുകൾ കുറവാണ്. ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് ഒരു നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുമിച്ച് ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയാണ്. ഇപ്പോൾ 5 പെൺകുട്ടികളാണെങ്കിൽ അതിൽ 6 പെൺകുട്ടികളാണെങ്കിൽ ഒരു 3 ബെഡ്റൂം ഹൗസ്, 2 ബെഡ്റൂം ഹൗസ്, 4 പേർക്ക് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നവർ. അപ്പോൾ അവർ ഫ്രീ സ്വതന്ത്രയാണ്. അവരുടെ വാടക വീടായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോകാൻ വരാം. അപ്പോൾ അവർക്ക് ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഒരു സമൂഹം ഇന്ന് ഈ സിറ്റിയിലുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പകലുള്ള പഠനം അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് റിലാക്സ് ചെയ്ത് കിട്ടുന്ന സമയം ഈവനിങ്സ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈവനിങ് അവർ സുഹൃത്തുക്കളായിട്ട് അവരിറങ്ങുന്നു. അപ്പോൾ അതിൽ ആൺ സുഹൃത്തുക്കളുണ്ടാവും. അതൊക്കെ ഒരു ലൈഫ്, പുതിയൊരു ലോകവും പുതിയ രീതിയൊക്കെ ആയിരിക്കാം. പക്ഷെ അവർ ഒരു തെറ്റിൻ്റെ പാതയിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പോലീസ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ലഹരി വ്യാപാരം നഗരത്തിൽ കൂടുന്നുണ്ട്, വല്ലാതെ കൂടുന്നുണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന അന്യ ജില്ലകളിൽ നിന്ന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാടകയ്ക്ക് വന്ന് താമസിച്ച് പഠിക്കുന്ന ജോലി ചെയ്ത കുട്ടികളിലാണ് ഇത് കൂടുതൽ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ സ്വന്തമായി വീടുള്ളവർ സ്വാഭാവികമായിട്ടും സ്വന്തം വീട്ടിലേക്കായിരുന്നു. ലഹരി ഉപയോഗിച്ചൊന്നും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ വീട്ടുകാരുടെ സ്ക്രൂട്ടിനിക്ക് എല്ലാ ദിവസവും ഇതേപോലെ. അപ്പോൾ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി മീൻസ് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനിലേക്ക് കൊച്ചി മാറിയപ്പോൾ അതിൻ്റെ ചലഞ്ചസിൽ ഏറ്റവും വലുതാണ് ഇത്തരം ലഹരി വസ്തുക്കളുടെ വ്യാപനം. ഇപ്പോൾ എറണാകുളത്തെ ബാറുകളിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുള്ള ചെറുപ്പക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് ഇന്ന് കൈയടക്കിയിരിക്കുന്നത്. റെസ്റ്റോ ബാറുകൾ പ്രത്യേകിച്ച്. ഇവിടെ ഇപ്പോൾ ഡിസ്കോത്തെക്കും പാട്ടും ഒക്കെ ഉണ്ട്. കൾച്ചർ മാറുകയാണ്, എല്ലാ നഗരങ്ങളിലും ഉണ്ട് കൾച്ചർ മാറി. പക്ഷെ ഞാനതിനെ ആശങ്കയോടുകൂടി തന്നെ കാണുകയാണ്. വാസ്തവത്തിൽ മാതാപിതാക്കൾ മക്കളവിടെ ഇവിടെ എറണാകുളത്ത് പഠിക്കാനോ ജോലി ചെയ്യാനോ വരുമ്പോൾ അവർ എങ്ങനെയാണെന്നുള്ള ഒരു പരിശോധനയെങ്കിലും ഇടയ്ക്ക് നടത്തുക എന്നുള്ളത്. പക്ഷെ അവർ രാത്രി ഇറങ്ങി നടക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കാണുന്നില്ല. അവർ ഒരു ലൈൻ ഓഫ് കൺട്രോൾ എല്ലാത്തിനും ഉണ്ടാവണമല്ല. ആ നിയന്ത്രണ രേഖയ്ക്കകത്ത് നിന്നവർ പോകുക. അപ്പോൾ അതെല്ലാം അല്ല, എവിടെയാണ് നിയന്ത്രണ രേഖ വരിക? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇതനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു പുരുഷൻ സ്ത്രീയും എന്ത് സെക്സ് ചെയ്താൽ പോലും തെറ്റല്ല, മനസ്സിലായോ? അപ്പോൾ അത് മൊറാലിറ്റിയുടെ പ്രശ്നം, ധാർമ്മികതയുടെ പ്രശ്നം, നിയമത്തിൻ്റെ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളാരെ ഞങ്ങൾക്ക് ധാർമ്മികത പറയാൻ? ഹു ആർ യു? അതിനെന്താ പറയണത്? എന്ത് പോലീസിങ് എന്നതിനെ മോറൽ പോലീസിങ്. അപ്പോൾ പുതിയ തലമുറ മോറൽ പോലീസിങ് ഒന്നും അതൊന്നും അനുവദനീയമല്ല. അവരവരുടെ പുതിയ ലോകത്താണ്. അവിടെ മോറൽ പോലീസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അല്ല. ഞാൻ അവരുടെ ഭാഗത്ത് തന്നെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു നഗരമായിട്ട് കൊച്ചി മാറിയിട്ടുണ്ട്. അത് ഇത്തരം വനറബിൾ കമ്മ്യൂണിറ്റിയാണ് ഇവർ. ലഹരി മാഫിയയ്ക്ക് കടന്നു ചെല്ലാനും അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനും അല്ലെങ്കിൽ അവരുടെ റാക്കറ്റിൽ ഉൾപ്പെടാനും പറ്റുന്ന ഏറ്റവും വലിയ കണ്ണികളാണ് ഈ നഗരത്തിൽ വാടകയ്ക്ക് ഇപ്പോൾ താമസിച്ച് ഇവിടെ പഠിക്കുന്ന ജോലി ചെയ്യുന്ന കുട്ടികൾ. അത് കൺമുന്നിൽ കാണാം. ഇപ്പോൾ കലൂർ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ഏറ്റവും കൂടുതൽ ഫുഡ് കോർട്ട്, ഭക്ഷണ ഹോട്ടലുകളും മറ്റു തട്ടുകടകളൊക്കെ ഉള്ളൊരു ഏരിയ. അവിടെയും രാത്രി 11 മണി 12 മണി കാണും. പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലഹരിയുടെ വ്യാപാരം വിൽപ്പന നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടുള്ളതാണ് കലൂർ സ്റ്റേഡിയം. എന്തുകൊണ്ടാണ് മഫ്തി പോലീസുകളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്തത്? 2 കാര്യങ്ങളുണ്ട്. വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഗവൺമെൻറ് സപ്പോർട്ടുണ്ടോ? ഗവൺമെൻറ് പോലീസ് ഫോഴ്സിലെ ഏതാനും ആളുകളെങ്കിലും ഇതിൻ്റെ കണ്ണികളാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാനത് ഇറസ്പോൺസിബിളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട നഗരത്തിലൊരു ഗുണ്ട ഒരു ഇൻ്റർവ്യൂ ആയപ്പോൾ ഇവിടെ എഫ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെന്ന്. എഫ് കമ്പനി അവരുടെ ഗുണ്ടകളാണത്.
അവരുടെ പ്രധാന വ്യാപാരം ഇപ്പോൾ ലഹരി വിൽപ്പനയാണെന്ന് പറഞ്ഞു. നേരത്തെ കൊട്ടേഷൻ അടിയിടിക്ക് പോകുന്നവർ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറി. അപ്പോൾ ഒരു നെക്സസ് ഉണ്ടാവും, പോലീസായിട്ട് നെക്സസ് ഉണ്ടാവും. പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ അത്തരം കണ്ണികളെയും കവച്ചു വെക്കുന്ന വിപണന തന്ത്രമാണെന്ന് പറയുന്നത്. നേരിട്ടല്ല, കോഡിലൂടെ ഇന്ന സ്പോട്ടിൽ സാധനം വെച്ചിട്ട് അവിടെ പോയി എടുത്തോളാനാണ് പറയുന്നത്. ഇപ്പോൾ കൈമാറുന്നില്ല, ഫിസിക്കലി കൈമാറുന്നില്ല. കോഡ് ഭാഷയിൽ ഇന്ന ലൊക്കേഷനിൽ അവർക്ക് ആവശ്യമായ ലഹരി വസ്തു വെച്ചാൽ അവിടെ പോയി എടുത്തോളൂ, പൈസ വേറെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിടിക്കണത് എപ്പോഴാണ്? കൈമാറപ്പോഴാണ്. അത്തരം അപ്പോൾ ഞാൻ പറഞ്ഞത് അവർ പോലും വിപണന തന്ത്രം മാറ്റുകയാണ് അവർ. കൊച്ചിയുടെ ഒരു മേയറായിരുന്ന നിലയ്ക്ക്, ഒരു മേയറായിരുന്നെങ്കിൽ ഈ ലഹരി ഇത്രയും പടർന്നിങ്ങനെ വ്യാപകമാകുന്നത് തടയുവാനായിട്ട് താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, മേയർ എന്ന നിലയിൽ എനിക്ക് ഉള്ള ചുമതലകളും അധികാരങ്ങളും ലഹരിയുടെ വ്യാപനം തടയുന്നതിന് പരിമിതമാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. ഇപ്പോൾ പോലീസും എക്സൈസുമാണ് രണ്ട് ഏജൻസികൾ. ലഹരിയുമായി ബന്ധപ്പെട്ട വ്യാപനം തടയുന്നതിനുള്ള ഏജൻസീസ്. അത് ഗവൺമെൻറ് നേരിട്ടാണ് അതിൻ്റെ ചുമതല, നഗരസഭയ്ക്കല്ല. പക്ഷേ ഇതിൽ വലിയൊരു കാര്യമുള്ളത് ആളുകളെ നമുക്ക് അവയർനെസ്സാണ്. ആ അവയർനെസ് നമുക്ക് കൊടുക്കാൻ കോർപ്പറേഷന് സാധിക്കും. കോർപ്പറേഷന് റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, സ്കൂളുകളുടെ അത്തരം ഇതിൽ അവയർനെസ് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാം, പക്ഷേ എൻഫോഴ്സ്മെൻറ്റിനൊപ്പം തന്നെ അവയർനെസ്സും വേണം. അവയർനെസ്സാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ അവയർനെസ് യഥാർത്ഥത്തിൽ ലോക്കൽ ബോഡീസിന് നന്നായി ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി പുതിയ ചെറുപ്പക്കാർ ലഹരിയുടെ വിപത്തുകൾ അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടുകെട്ടിൽ ഉൾപ്പെടുമ്പോൾ അപരിചിതരിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളോ അല്ലാത്ത വസ്തുക്കളോ എങ്ങനെയെല്ലാം സ്വീകരിക്കേണ്ട എന്നല്ല ഒരുപാട് ട്രെയിനിങ്, അവയർനെസ് ആൻഡ് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോക്കൽ ബോഡീസിൻ്റെ കൊച്ചി മാത്രമല്ല ഏത് ലോക്കൽ ബോഡികളും ചെയ്യേണ്ടതായിട്ടുള്ളത് അവയർനെസ് കൊടുക്കുന്ന ചുമതല ഏറ്റെടുക്കുക. ലഹരിയുടെ വ്യാപനത്തിനെതിരെ, ലഹരിയുടെ വിപത്തിനെതിരെ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് യോജിച്ചുകൊണ്ട് സന്നദ്ധ സംഘടനകൾ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ സ്കൂളുകളുണ്ട്. സന്നദ്ധ സംഘടനകൾ ഇനി പ്രധാന ഫോക്കസ് കൊടുക്കേണ്ടത് ലഹരിയുടെ വ്യാപനത്തിനെതിരെ സമൂഹത്തിൽ പ്രവർത്തിക്കാനാണ്. സന്നദ്ധ സംഘടനകൾ ഏതായാലും സർവീസ് ഓറിയൻറ്റഡ് ആണല്ലോ. അവരുടെ സർവീസ്, എൻ്റെ ഒരു ഇതിപ്പോൾ എത്രയോ ക്ലബ്ബുകൾ, റോട്ടറി, ലയൺസ്, വൈസ്മെൻസ് ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, നാഷണൽ സർവീസ് സ്കീം ഒരുപാട് ഉണ്ട്. ഇവരെല്ലാം ഒരു കുടക്കീഴിൽ വന്ന് ലഹരിക്കെതിരെയുള്ള ഒരു 10 വയസ്സുള്ള കുട്ടികളെ മുതൽ കാരണം സ്കൂളുകളിലേക്ക് പോലും ലഹരിയുടെ ഉപയോഗം കടന്നു വന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. കേരളത്തിലെ ഹൈസ്കൂളുകൾ, ഗവൺമെൻറ് ഹൈസ്കൂളുകളിലേക്ക് വരെ 6ാം ക്ലാസ് മുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവയർനെസ്സിലേക്ക് കടന്നു ചെല്ലണം. പിന്നെ ഞാൻ പറയാം, മതങ്ങൾക്ക്, ആത്മീയ നേതൃത്വങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഏത് അവയർനെസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സ്, മതസംഘടനകൾ, അവർ എല്ലാവരും കൂടി ചേർന്ന് ഇതിലൊരു വലിയ ക്യാമ്പയിൻ വന്നില്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് ലഹരിയുടെ വ്യാപനവും ലഹരിയുടെ വ്യാപാരവും വർദ്ധിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പല കുട്ടികളും അറിയാതെയാണ് വിടുന്നത്, അറിഞ്ഞൊരാളും വിടുന്നില്ല. സുഹൃത്തുക്കൾ അറിഞ്ഞ് ചതിയിൽപ്പെടുത്തിക്കൊണ്ട് ഐസ്ക്രീമിലോ മറ്റേതിൽ മിഠായിലോ എല്ലാം കൊടുത്ത് അവൻ അഡിക്ഷനും വരുത്തുകയാണ്. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അവൻ പിന്നീട് ലഹരിക്ക് അടിമയായിക്കോളും. അപ്പോൾ അതൊരു ഒരു വലിയ നെക്സസ് ഉണ്ട്. ആ ചതിയിൽപ്പെടുത്തുന്നവന് ഒരിക്കൽ ചതിക്കപ്പെട്ടവരാ, അവനിതുപോലെ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരുത്തൻ ചതിക്കപ്പെട്ടവനാണ്, പിന്നീട് അവൻ ഏജൻറ്റാകുകയാണ്. ഇത് കണ്ണിയാണ്, മനസ്സിലായി. പുറത്താണ് പ്രൊഫഷണലായിട്ടുള്ള നെറ്റ്വർക്ക് പുറത്താണ്. അവർ ഒരാളെ ക്യാച്ച് ചെയ്യുന്നു, അവനെ ലഹരി കൊടുത്ത് അടിമയാക്കുന്നു, പിന്നീട് അവൻ്റെ ശൃംഖലയാക്കുന്നു, വിൽപ്പനക്കാരനാക്കുന്നു, ഏജൻ്റാക്കുന്നു. അവൻ്റെ 10 സുഹൃത്തുക്കളെ ഇവന് പണം കിട്ടുന്നു. പിന്നീട് ആ 10 പേർക്ക് വേറെ 10 പേർ, ഇത് നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ പടർന്നു പോയി. ഇവർക്കൊക്കെ സാമ്പത്തികമായി ഈ ബെനിഫിറ്റ് ഉണ്ട്. ഈ പറയുന്ന ഫ്രണ്ട്സ് ലിസ്റ്റിൽ പെട്ട ഹൈറാർക്കിയിലുള്ളവർക്കെല്ലാം സാമ്പത്തികമായി ഗുണമുണ്ട്. അവർക്ക് ലഹരിയും കിട്ടും, പണവും കിട്ടും. പക്ഷേ ഇതൊരു വലിയ വിപത്താണ്. പിടിച്ചാൽ കിട്ടാവുന്ന വിധത്തിലേക്ക് പോവുകയാണ് ഈ കേരളമെന്ന് ഞാൻ കരുതും. കേരളം മാത്രമല്ല, നേരത്തെ ബാംഗ്ലൂരായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരിനേക്കാൾ വെല്ലുന്ന വിധത്തിലാണ് കൊച്ചിയിലെ വിൽപ്പന എന്നതാണ് പോലീസ് റിപ്പോർട്ടുകളെല്ലാം. ഭയാശങ്കപ്പെടുത്തുന്നതാണ്. അതിൽ എല്ലാവരും ഒന്നിക്കണം. ഒരു സിറ്റി കോർപ്പറേഷൻ മാത്രമല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമൂഹത്തിന് നന്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, ഞാൻ സ്പിരിച്വൽ ഉൾപ്പെടെ, സോഷ്യൽ ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒരുമിച്ച് എതിർക്കണം. എല്ലാവരും കൂടി, NGOs എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ക്യാമ്പയിൻ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ അലസന്മാരായി നശിച്ചു പോകുന്നത് ഞാൻ ഭയപ്പെടുന്നത്. താങ്ക് യു. ഇത്രയും നേരം മാഗ്നാഷൻ TV-യുടെ ഈ ഓപ്പൺ ഹാർട്ടിൽ നമ്മോടൊപ്പം ചേർന്ന ശ്രീ ടോണി ചെമ്മണ്ണിക്ക് പ്രേക്ഷകരുടെ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്കൾ ഒത്തിരി തിരക്കുള്ള സമയമാണെന്നറിയാം. പല കൺവെൻഷനുകൾക്കൊക്കെ ഓടി നടക്കുന്നതിനിടയ്ക്ക് ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ വരാനും
ഇങ്ങനെയൊരു അഭിമുഖം തരാനുമായിട്ട് കാണിച്ച നല്ല മനസ്സിന് ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു.